മോഡ്യൂൾ 5 ആൻഡ് 6 നമുക്ക് യൂസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഡിജിറ്റൽ ലോജിക് ആൻഡ് കമ്പ്യൂട്ടർ ഡിസൈൻ ബൈ മോറിസ് മെനോ. ആ ടെക്സ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ ഡിസൈനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ലാർജ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഗേറ്റ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ടേബിൾസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് ഒരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഫ്ലിപ്പ് ഫ്ലോപ്സും ഗേറ്റ്സും എല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു യൂസ് ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഡയഗ്രാംസ്. സോ ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലെക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓൾസോ. സോ വാട്ട് വി ആർ ഡൂയിങ് എ മോഡുലാർ അപ്രോച്ച്. മോഡുലാർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിനെ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് മോഡുലാർ സബ് സിസ്റ്റംസ് ഉണ്ടാക്കും. അപ്പോൾ ഓരോ സബ് സിസ്റ്റത്തിനും ഡിഫറെൻറ്റ് ഫങ്ഷണൽ ടാസ്ക്കാണുള്ളത്. അതായത് ഈ മോഡ്യൂള് ഇറ്റ് ക്യാൻ ബി ഡൂയിങ് സം ഡിജിറ്റൽ ഫങ്ഷൻസ്. ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ രജിസ്റ്റർ ആവാം, കൗണ്ടർ ആകാം, ഡീകോഡർ ആകാം, മൾട്ടിപ്ലെക്സർ ആകാം, അല്ലെങ്കിൽ ആർത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ഓപ്പറേഷൻ ചെയ്യുന്ന യൂണിറ്റ്സ് ആകാം. എന്നിട്ട് എന്താ ചെയ്യുക, ഈ ഓരോ മോഡുലാർ യൂണിറ്റ്സിനെയും നമ്മൾ ഇൻ്റർ കണക്റ്റ് ചെയ്യും. അങ്ങനെ ഇൻ്റർ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ കോമൺ ബസ് അല്ലെങ്കിൽ ആ ഡേറ്റ ഒരു ഇൻ്റർ കണക്ഷൻ യൂണിറ്റിനെയാണ് നമ്മൾ ഈ കോമൺ ഡേറ്റ അല്ലെങ്കിൽ കൺട്രോൾ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സിസ്റ്റം മോഡ്യൂളിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ പ്രോസസ്സർ. അപ്പം നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് ഈ 5 ആൻഡ് 6 മോഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളത് ഈ പ്രോസസ്സറിൻ്റെ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈനാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കാണ്. അതായത് ഡിസൈൻ ഓഫ് ദിസ് രജിസ്റ്റേഴ്സ്. ഈ ഒരു സബ് മോഡ്യൂളിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് രജിസ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, രജിസ്റ്റർ നമുക്കറിയാം ഇറ്റ് ഈസ് ദ പ്രിമിറ്റീവ് കമ്പോണൻറ്റ്. നമുക്ക് ഇതിനകത്തേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഡേറ്റ സ്റ്റോറേജ് മെക്കാനിസം. ഇതെല്ലാം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മൾ സാധാരണ ഈ രജിസ്റ്റർ വെച്ചിട്ട് ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഹാവിങ് എ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഓരോ രജിസ്റ്റേഴ്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ രജിസ്റ്റേഴ്സിൽ നമ്മൾ ഒരു ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ രജിസ്റ്റേഴ്സിന് ഓരോന്നിനും ഓരോ ഓപ്പറേഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ചില രജിസ്റ്റേഴ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓപ്പറേഷനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഓപ്പറേഷൻസ് എല്ലാം എപ്പോഴും നടക്കുകയല്ല ചെയ്യുന്നത്. അതിനകത്ത് ചില കൺട്രോൾ ഫങ്ഷൻസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സിൽ കൊടുക്കേണ്ട കൺട്രോൾ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ രജിസ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം ഈ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഏതൊക്കെ രജിസ്റ്റേഴ്സാണുള്ളത്, എന്താണ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, എന്ത് ഓപ്പറേഷൻസാണ് അത് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഏത് കൺട്രോൾ സിഗ്നൽ വരുമ്പോഴാണ് ഈ ഫങ്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസാണ് ഈ രജിസ്റ്റേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആകാം, അതുപോലെ കൗണ്ടർ ആകാം, ചിലപ്പോൾ ഇറ്റ് വിൽ ബി ജസ്റ്റ് മെമ്മറി യൂണിറ്റ്, അതായത് ജസ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സാണ്. അത് സിംഗിൾ ബിറ്റ് രജിസ്റ്റർ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിറ്റ് രജിസ്റ്റേഴ്സും ആകാം. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്? എപ്പോഴും ഒരു ബൈനറി ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ബൈനറി ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ബൈനറി നമ്പർ, അല്ലെങ്കിൽ BCD നമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആകാം, ചിലപ്പോൾ ഒരു കൺട്രോൾ ഇൻഫർമേഷൻ ആകാം. അതായത് ഫോർ എക്സാമ്പിൾ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ആ ഫ്ലാഗ് രജിസ്റ്ററിൽ ഓരോ ബിറ്റും ചില ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിംഗിൾ ബിറ്റ് ഇൻഫർമേഷൻ. അങ്ങനെ കൺട്രോൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സും ആകാം.
അപ്പോൾ ഇതിനകത്ത് എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഓപ്പറേഷൻസും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് എന്ത് ഓപ്പറേഷനാണോ ചെയ്യുന്നത് ആ ഓപ്പറേഷനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈമിംഗ് സിഗ്നൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ടൈമിംഗ് സിഗ്നൽ ഓരോ ക്ലോക്ക് പൾസിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. മൈക്രോ ഓപ്പറേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ആകാം, കൗണ്ട് ആകാം, ക്ലിയർ ആവാം, അരിത്തമാറ്റിക് ഓപ്പറേഷൻ ലൈക്ക് ആഡ്, സബ്ട്രാക്റ്റ് അങ്ങനത്തെ ഓപ്പറേഷൻ ആകാം. പിന്നെ ലോഡ്, അതായത് ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. അതുപോലെ തന്നെ കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ വന്നെങ്കിൽ മാത്രമേ, സാധാരണഗതിയിൽ എപ്പോഴും ഒരു ടൈമിംഗ് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റ ടൈം എന്ത് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഓപ്പറേഷൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഈ കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ഈ ബൈനറി വേരിയബിളിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഓപ്പറേഷൻ നടക്കുക, 0 ആണെങ്കിൽ ഓപ്പറേഷൻ നടക്കത്തില്ല. ആ രീതിയിലാണ് കൺട്രോൾ ഇൻഫർമേഷൻ എപ്പോഴും സ്റ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. അതായത് എന്തൊക്കെ രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിന് നമുക്ക് കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, എന്ത് കൺട്രോൾ ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി എന്തൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് ആണ് നമ്മൾ സാധാരണ അതിൽ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ രജിസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എയിലെ ഡാറ്റ അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. എയിൽ ഡാറ്റ എടുത്ത് ബിയിലേക്ക് കൂടി വെച്ചു. അതാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യാം, ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാം, ആൻഡ് ഓർ, പിന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൈനറി ഇൻഫർമേഷൻസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. ഡാറ്റ ആവാം, അത് ബൈനറി നമ്പർ ആകാം, BCD നമ്പർ ആകാം, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആകാം, പിന്നെ ഇൻസ്ട്രക്ഷൻസ് ആവാം. ചിലപ്പോൾ നമ്മൾ രജിസ്റ്ററിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ഈ ഇൻസ്ട്രക്ഷനിൽ തന്നെ അഡ്രസ്സുകളുണ്ടായിരിക്കാം. അഡ്രസ്സും നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ രജിസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. രജിസ്റ്റേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A, B, R1, R2 ഇതെല്ലാം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. IR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, MAR എന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ രജിസ്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ രജിസ്റ്ററിലും വി ആർ ഹാവിങ് n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ n സെൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു 4-bit രജിസ്റ്റർ ആണെങ്കിൽ അതിനകത്ത് 4 സെൽസ് ഉണ്ട്. ഈ 4 സെൽസിനെയും നമുക്ക് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീക്വൻസ് ഓഫ് നമ്പറിങ്, അതായത് 1 to n യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0 to n-1. അത് ഓരോ പ്രോസസ്സറിലും ഓരോ നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് 4 രീതിയിൽ നമ്മൾ രജിസ്റ്റേഴ്സിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതിനകത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലോക്ക് അതിൻ്റെ അകത്ത് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ രജിസ്റ്റർ. ഇതിനകത്ത് നമ്മൾ സെയിം രജിസ്റ്റർ തന്നെ, പക്ഷേ ഓരോ സെല്ലിനെയും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ആ സെൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ രജിസ്റ്ററിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ
വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സെൽസ്, ഇതിനകത്ത് ഏതൊക്കെ സെൽസ് ഉണ്ട്, എത്ര സെൽസ് ഉണ്ട്, അതിൻ്റെ നമ്പറിങ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെൽ നമ്പർ 1 മുതൽ 12 വരെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ രജിസ്റ്ററിനെ തന്നെ ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രാം കൗണ്ടറാണ് ഇവിടെ കാണുന്നത്. ഈ പ്രോഗ്രാം കൗണ്ടർ തന്നെ ഹയർ ഓർഡർ പാർട്ടീഷനായിട്ടും ലോവർ ഓർഡർ പാർട്ടീഷനായിട്ടും, അതായത് ലോവർ ബൈറ്റും ഹയർ ബൈറ്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 to 8 ബിറ്റ് നമ്പർ 1 to 8 ആണ് ലോവർ ഓർഡർ ബിറ്റ്സ്, ബിറ്റ് നമ്പർ 9 to 16 ആണ് ഹയർ ഓർഡർ ബിറ്റ്സ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാരന്തസിസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാരന്തസിസിലാണ് നമ്മൾ എല്ലും എച്ചും എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ ബിറ്റ് നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ രജിസ്റ്റേഴ്സ് നമ്മൾ ഈ രജിസ്റ്റർ ലോജിക് ലാംഗ്വേജിൽ, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പം ആദ്യമേ തന്നെ ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൽ ബി യൂസിങ് സം സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിക്ലെയർ ദ രജിസ്റ്റേഴ്സ്. അതാണ് രജിസ്റ്റർ എ ഉണ്ട്, MBR ഉണ്ട്, PC ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡിക്ലെയർ രജിസ്റ്റർ എ എത്ര ബിറ്റുണ്ട്, MBR എത്ര ബിറ്റുണ്ട്, PC എത്ര ബിറ്റുണ്ട്, അങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് സബ് രജിസ്റ്ററായിട്ട്, അതായത് ഒരു പാർട്ടീഷൻ രജിസ്റ്ററിൽ ഒരു പോർഷൻ മാത്രമാണ് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ളതെങ്കിൽ നമുക്ക് അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ ലോവർ ഓർഡർ ബിറ്റ്സ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ PC ഓഫ് ലോവർ ഓർഡർ ബിറ്റ്സ് PC 1 to 8, അല്ലെങ്കിൽ PC ഓഫ് ഹയർ ഓർഡർ ബിറ്റ്സ് PC 9 to 16, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആരോ യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ സിംബോളിക് നൊട്ടേഷൻ. അപ്പോൾ എയിലേക്ക് ബിയിലെ കണ്ടൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആരോ യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്രം B to A. ഇനി ഇൻ്റർ രജിസ്റ്റർ ട്രാൻസ്ഫറിൽ നമ്മളൊരു കൺട്രോൾ ഇൻഫർമേഷൻ യൂസ് ചെയ്യണം. അതായത് ഒരു കാര്യം സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് കണ്ടീഷൻ എങ്കിൽ നമ്മൾ അതെങ്ങനെ സ്പെസിഫൈ ചെയ്യും നോക്കൂ. വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസ് എ സിമ്പിൾ വിത്ത് എ കോളൻ ഇട്ടിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ആ കൺട്രോൾ ഫങ്ഷൻ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് എക്സ് എന്ന് പറയുന്ന കൺട്രോൾ ഇൻഫർമേഷൻ്റെ വാല്യൂവും ടി എന്ന് പറയുന്ന ടൈമിങ്ങും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എയിലേക്ക് ബിയിലെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അതുപോലെ തന്നെ ടൈം 1 ആണെങ്കിൽ മാത്രമാണ് എയിലേക്ക് ബിയിലെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഫിഗറിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന്. വി ഹാവ് എ രജിസ്റ്റർ എ ആൻഡ് രജിസ്റ്റർ ബി. അപ്പോൾ ഈ രജിസ്റ്റർ എയിലേക്ക് ബിയിലെ കണ്ടൻറ്റ് ലോഡ് ആകുന്നത് എപ്പോഴാണ്? യൂസിങ് എ സിഗ്നൽ, ഒരു കൺട്രോൾ സിഗ്നലുണ്ട്, ലോഡ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നലുണ്ട്. ഈ കൺട്രോൾ സിഗ്നൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 other സിഗ്നൽസ്. എന്തൊക്കെയാണ്? ടൈമിങ്ങും ഓക്കെ ആയിരിക്കണം, അതേപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ ആയ എക്സും ഓക്കെ ആയിരിക്കണം. എക്സ് 0 ആയിരിക്കണം, അതേപോലെ തന്നെ T1 1 ആയിരിക്കണം. നോക്കൂ, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൽ എപ്പോഴാണ് 1 വരുന്നത്? T1ലും 1 വരണം, അതേപോലെ തന്നെ ഇവിടെയും 1 വരണം. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പം അത് ഒരു ഇൻവേർട്ടറിലൂടെ കടന്നു പോകുമ്പോൾ അത് ഇവിടെ വരുമ്പോൾ 1 ആയിരിക്കും. ഇവിടെയും 1 ആകുമ്പം ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും 1 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു കൺട്രോൾ സിഗ്നൽ രജിസ്റ്റർ എയിലോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ രജിസ്റ്റർ എ വിൽ ഗെറ്റ് ദ കണ്ടൻറ്റ് ഫ്രം രജിസ്റ്റർ ബി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബേസിക് സിമ്പിൾസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് രജിസ്റ്റേഴ്സിനെയാണ്.
അതുപോലെ ഈ രജിസ്റ്ററിൽ നമ്മൾ ഒരു സബ്സ്ക്രിപ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ് ദ ബിറ്റ് നമ്പേഴ്സ്. പിന്നെ ഒരു രജിസ്റ്ററിൻ്റെ ഒരു പോർഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഹയർ ഓർഡർ ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരാന്തസിസ് യൂസ് ചെയ്യും. ആരോ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷനാണ്. കോളൻ യൂസ് ചെയ്യുന്നത് കൺട്രോൾ ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ഇൻഫർമേഷൻ ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളൻ കൊടുക്കണം. കോമ യൂസ് ചെയ്യുന്നത് രണ്ട് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ we can specify using square brackets. We have an example. T1 colon C is getting data from A, and T2 at T2 C is getting data from B. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് രജിസ്റ്റർ എ രജിസ്റ്റർ ബിയും കാണാം. ഈ രജിസ്റ്റർ എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ സിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ഒരേ സമയത്തല്ല, രണ്ടും രണ്ട് സമയത്താണ്. ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്യുന്നത് T1 സമയത്തും രണ്ടാമത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നത് T2 സമയത്തുമാണ്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എ മൾട്ടിപ്ലെക്സർ ഹിയർ. അപ്പോൾ ഒരു 2x1 മൾട്ടിപ്ലെക്സറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് സെലക്ട് ചെയ്ത് ഈ മൾട്ടിപ്ലെക്സർ കൊടുക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ദാറ്റ് ഈസ് ഗിവൺ ത്രൂ ദിസ് സിലക്ട് ലൈൻ. ഇപ്പോൾ സിലക്ട് ലൈനിൽ 1 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ സെലക്ട് ബി രജിസ്റ്റർ. സിലക്ട് ലൈനിൽ 0 ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ സെലക്ട് ദിസ് രജിസ്റ്റർ എ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഹിയർ ഇറ്റ് ഈസ് മാർക്ക്ഡ് T5, ഇറ്റ് ഈസ് ആക്ച്വലി T2. സോ ഹിയർ വി ഹാവ് ആൻ OR ഗേറ്റ്, and from this OR gate an output is coming, and this output is directly given to register C. രജിസ്റ്റർ സിയിലേക്ക് ഒരു ഡേറ്റ വരണം എന്നുണ്ടെങ്കിൽ ഈ OR ഗേറ്റ് എനേബിളായി OR ഗേറ്റിൽ നിന്ന് 1 വന്നാൽ മാത്രമേ രജിസ്റ്റർ സിയിലേക്ക് ഒരു ഡാറ്റ വരുള്ളൂ. ഇനി എവിടെ നിന്ന് ഡാറ്റ വരണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനാണ് ഈ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. T1 1 ആയിരിക്കുമ്പം ഇവിടെ T2 0 ആയിരിക്കും. അതേപോലെ തന്നെ T2 1 ആയിരിക്കുമ്പം T1 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ T1 1 ആയിരിക്കുമ്പം ഇവിടെ എന്താണ്, T2ൽ എന്താണ്, 0 ആണ്. അപ്പോൾ 0 ആണ് ഇവിടെ മൾട്ടിപ്ലെക്സിൽ വരുന്നതെങ്കിൽ ഏത് രജിസ്റ്ററാണ് സെലക്ട് ആവുന്നത്, രജിസ്റ്റർ എ. ഓക്കെ, അതുപോലെ തന്നെ T2 1 ആകുമ്പോൾ T1 0 ആയിരിക്കും. അപ്പോൾ T2 1 ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വരുന്ന വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഏത് രജിസ്റ്ററാണ് സെലക്ട് ആവുന്നത്, രജിസ്റ്റർ ബി ആണ് സെലക്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ T1 1 ആയിരിക്കുമ്പം T2 0 ആയിരിക്കും. T2 1 ആയിരിക്കുമ്പം T1 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ T1ൻ്റെയും T2ൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മൾട്ടിപ്ലെക്സർ ഉപയോഗിച്ച് രജിസ്റ്റർ എയും ബിയും സെലക്ട് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ഈ OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ സിയും സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ മൾട്ടിപ്ലെക്സറും എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് വി ആർ ഗിവിങ് ദിസ് എനേബിളിംഗ് സിഗ്നൽ ടു മൾട്ടിപ്ലെക്സർ. Okay, so this is a simple logic circuit which shows the selection of this source register when it is transferring data to a single register C at a different time. അപ്പോൾ ഈ ഒരു സിനാരിയോ നോക്കുക. ഇതിനകത്ത് അപ്പോൾ നമുക്ക് മനസ്സിലായി രജിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫറിങ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡേറ്റ പാത്ത് കൊടുത്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വി ഹാവ് ടു കൺട്രോൾ ദിസ് ഓപ്പറേഷൻ. ഏതൊക്കെയായിരിക്കണം സോഴ്സ് രജിസ്റ്റർ, ഏതൊക്കെയായിരിക്കണം ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്നതിനെക്കുറിച്ചൊരു കൺട്രോൾ സിഗ്നൽസ്, അത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു കൺട്രോൾ സിഗ്നൽസ് കൊടുക്കണം. അപ്പോൾ ഈ രജിസ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഒരു ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം രജിസ്റ്ററിൽ ഒന്നിൽ കൂടുതൽ ബിറ്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ബിറ്റ്സുകളെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ പാത്സ് നമ്മൾ ഒരുമിച്ച് അങ്ങനെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതിനെയാണ് ബസ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് പേരെ നമ്മൾ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്ന പോലെ തന്നെ, ഓരോരുത്തരും ഓരോ ടു വീലർ എടുത്ത് പോവാതെ എല്ലാവരും ഒരുമിച്ച് ഒരു ബസ്സിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഈ എല്ലാ ബിറ്റ്സിനെയും ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാരലലായിട്ട് ഡാറ്റ ലൈൻസ് ഓരോ ബിറ്റ് വീതം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ ബസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ 3 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 രജിസ്റ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 6 ഡാറ്റ പാത്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. 1 2 3 4 5 6 കേട്ടോ, 6 ഡാറ്റ പാത്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ R1 എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ R2ൽ നിന്നും ഡേറ്റ വരാം, R3യിൽ നിന്നും ഡേറ്റ വരാം. അതുപോലെ തന്നെ R2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ R1ൽ നിന്നും ഡേറ്റ വരാം, R3യിൽ നിന്നും ഡേറ്റ വരാം. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് എക്സാമ്പിൾ ചെയ്തില്ലേ, C എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഡേറ്റ എയിൽ നിന്നും ബിയിൽ നിന്നും വരാം. അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്തത്? യൂസിങ് എ മൾട്ടിപ്ലെക്സർ. അപ്പോൾ ഇവിടെയും ഓരോ രജിസ്റ്ററിലേക്കും 2 രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ വരാം. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു രജിസ്റ്ററിൽ 2 സോഴ്സിൽ നിന്ന് ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ രജിസ്റ്ററും ഓരോ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യുവാണെങ്കിൽ മൊത്തം എത്ര മൾട്ടിപ്ലെക്സർ വേണം? ഈ ഒരു സിനാരിയോയിലെ ശരിക്കും 3 മൾട്ടിപ്ലെക്സർ വേണ്ടി വരും അല്ലേ? അതേപോലെ തന്നെ ഡേറ്റ പാത്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടായിരുന്നു 6 ഡേറ്റ പാത്ത് ആവശ്യമുണ്ട്. ഓരോ ഡേറ്റ പാത്തിൽ അല്ലെങ്കിൽ ഓരോ ബസ്സിലും n ബിറ്റ്സ് അല്ലെങ്കിൽ n ലൈൻസ് വേണ്ടി വരും, n ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ ഇൻ്റർ കണക്ഷൻ ലൈൻസും അതേപോലെ തന്നെ മൾട്ടിപ്ലെക്സറിൻ്റെ എണ്ണവും എല്ലാം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റൊരു കോൺഫിഗറേഷനിലേക്ക് മാറി. ഈ കോൺഫിഗറേഷനിൽ ഒരു കോമൺ ലൈനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ബിറ്റിൻ്റെ ട്രാൻസ്ഫറിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊന്നും എല്ലാതും ഓരോരോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. അതായത് ഒരു രജിസ്റ്ററിൽ ഒരു ബിറ്റേ ഉള്ളൂ എന്നുള്ള ധാരണയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ ഒരു ബിറ്റ് F1ൽ നിന്ന് നമുക്ക് F3യിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്വിച്ചുകളുണ്ട്. ഈ സ്വിച്ചാണ് ഈ കോമൺ ഡാറ്റ ലൈനിലേക്ക് ഏത് ഡാറ്റ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ F1ൽ നിന്ന് F3യിലേക്ക് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഏതൊക്കെ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം? ഈ S1 എന്ന് പറയുന്ന ഇത് 1 ഡയറക്ഷൻ ട്രാൻസ്മിഷനേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്വിച്ചിൽ നിന്ന് ഇങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബസ്സിലേക്ക് നമുക്ക് ഡാറ്റ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ S1 എന്ന് പറഞ്ഞ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിലേ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കോമൺ ലൈനിൽ എത്തിക്കാം. അതിനുശേഷം നമ്മൾ അത് F3യിലേക്ക് കൊടുക്കണം. F3യിലേക്ക് കൊടുക്കണമെങ്കിൽ ഈ സ്വിച്ച് ക്ലോസ് ചെയ്താൽ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ഈ സ്വിച്ചാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ കറങ്ങി വന്നിട്ട് ഈ S4 എന്ന് പറയുന്നത് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ F3യിലേക്ക് എത്തും. ബാക്കി ഓരോ സ്വിച്ചിലേക്കും ബാക്കി ഓരോ രജിസ്റ്ററിലേക്കും ഡാറ്റ പോകുന്നില്ല. അപ്പോൾ ഒരു സിംഗിൾ ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രജിസ്റ്ററിൽ നിന്ന് ഡേറ്റ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, കോമൺ ലൈനിൽ കൂടി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് n ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു
So consider the example, we are transferring data from register A to register C. So what is the source here? A register. What is the destination here? C register. So we have 4 register. So if you are using 2-bit combination, 2-bit combination ഉപയോഗിക്കുകയാണെങ്കിൽ 00 എന്ന് പറയുന്ന രജിസ്റ്റർ എ, 01 എന്ന് പറയുന്ന രജിസ്റ്റർ ബി, 10 എന്ന് പറയുന്ന രജിസ്റ്റർ സി, 11 എന്ന് പറയുന്നത് രജിസ്റ്റർ ഡി ആണ്. അപ്പോൾ ഈ മൾട്ടിപ്ലെക്സർ എന്തിനാണ് വെച്ചിരിക്കുന്നത്? എത്ര മൾട്ടിപ്ലെക്സർ ഉണ്ടായിരിക്കും? ഇവിടെ ഓരോ രജിസ്റ്ററിലും 8 ബിറ്റാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 8 മൾട്ടിപ്ലെക്സേഴ്സ് വരണം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മൾട്ടിപ്ലെക്സർ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ബിറ്റ് ഏത് രജിസ്റ്ററിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് മൾട്ടിപ്ലെക്സർ പറയുന്നത്. സെക്കൻഡ് മൾട്ടിപ്ലെക്സർ എന്താ പറയുന്നത്? സെക്കൻഡ് ബിറ്റ് ഏത് രജിസ്റ്ററിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് മൾട്ടിപ്ലെക്സർ പറയുന്നത്. തേർഡ് മൾട്ടിപ്ലെക്സർ എന്ത് പറയും? തേർഡ് ബിറ്റ് ഏത് രജിസ്റ്ററിൽ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് തേർഡ് മൾട്ടിപ്ലെക്സർ. അങ്ങനെ നമുക്ക് 8 മൾട്ടിപ്ലെക്സർ ഉണ്ട്. എന്തായാലും ഒരു രജിസ്റ്റർ ഫുള്ളായിട്ടാണ് മറ്റു രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ എല്ലാ മൾട്ടിപ്ലെക്സറിലേക്കും ഒരേ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ കൊടുക്കുന്ന വാല്യൂ എല്ലാ മൾട്ടിപ്ലെക്സറിലേക്കും ഒരേപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്ത് വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്? ഏതാ ഇവിടെ സോഴ്സ്? എ അല്ലേ സോഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് വാല്യൂ ഇവിടെ കൊടുക്കണ്ടേ? എ സെലക്ട് ആവാനായിട്ട് 00 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 00 ആണ് ഈ മൾട്ടിപ്ലെക്സറിലേക്ക് കൊടുക്കുന്നത്. ഇതിലേക്ക് മാത്രമല്ല, എല്ലാ മൾട്ടിപ്ലെക്സറിലേക്കും നമ്മൾ 00 ആണ് കൊടുക്കാൻ പോകുന്നത്. കാരണം എ ആണ് ഇവിടെ സോഴ്സ്. അതേപോലെ തന്നെ സോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ഡീകോഡർ ഹിയർ. അപ്പോൾ ഈ ഡീകോഡർ വെച്ചിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഒരു 2 ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ഈ 2 ഇൻപുട്ടിൽ നിന്നാണ് ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? 2 ഇൻപുട്ട്. നേരത്തെ പോലെ തന്നെ ഉള്ള കോഡിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സി ആണ് ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് എന്താണ്? 10 ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അതനുസരിച്ച് നമുക്ക് രജിസ്റ്റർ സീനെ ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് മെമ്മറി ട്രാൻസ്ഫറിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം മെമ്മറിയിൽ മെയിനായിട്ട് 2 ഓപ്പറേഷനാണുള്ളത്, റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും. റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ നമ്മൾ റീഡ് ചെയ്യുന്നു. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ഇവിടെ മെമ്മറി രജിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു മെമ്മറി വേർഡ് അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനെയാണ് മെമ്മറി. So here in the case of this read and write operation from a memory location, we require a control function. So here what are the 2 control functions in memory? Read and write. So look at this statement. ഇവിടെ നമ്മൾ this is the control function and this is the operation. What we are doing? We are transferring a data from a memory location to MBR. Here MBR is memory buffer register, same like memory data register. അതായത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉള്ള രജിസ്റ്ററാണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്റർ. അതേപോലെ തന്നെ വി ഹാവ് എൻ MAR. വാട്ട് ഈസ് MAR? MAR represent the address of the memory location that we are using. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് റീഡിങ്. വൈ? we are reading from we are transferring the data from a memory location to memory buffer register. അതുകൊണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആറാണ്. റൈറ്റ് എങ്ങനെയായിരിക്കും? റൈറ്റിൻ്റെ കേസിലും നമുക്ക് യൂസ് ചെയ്യേണ്ട കൺട്രോൾ സിഗ്നൽ റൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു മെമ്മറി ബഫർ രജിസ്റ്ററിൽ നിന്ന് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക്, അതായത് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഡാറ്റ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ദിസ് ഓപ്പറേഷൻ, മൈക്രോ ഓപ്പറേഷൻ. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ മെമ്മറി യൂണിറ്റ്. ഇവിടെ ധാരാളം മെമ്മറി രജിസ്റ്റേഴ്സ് ഉണ്ട്, അഥവാ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് ആൻ അഡ്രസ് വിൽ ബി ഇൻ MAR രജിസ്റ്റർ. ഈ റീഡ് ചെയ്യുന്ന ഡേറ്റ
is going to MBR. അതേപോലെ തന്നെ if we have to write something, we have to first load that data into MBR. എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം MBRൽ വയ്ക്കുക, then write that content to the memory location. So for control this operation we have two different control signals, read and write. So when let's see how we can transfer the data from a specified memory location. അപ്പോൾ അതിന് വേണ്ടിയിട്ട് we are using square brackets. So here also we have look at this example. Here also we are using the control signal write and read. നേരത്തെ നമ്മൾ ഒരു പർട്ടിക്കുലർ എം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് MARൽ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, ഒരു മെമ്മറി ലൊക്കേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് B2 ഈസ് അനദർ ജനറൽ പർപ്പസ് രജിസ്റ്റർ. ആ രജിസ്റ്ററിൽ നിന്ന് ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ ഡേറ്റ റൈറ്റ് ചെയ്യണം. ആ മെമ്മറി ലൊക്കേഷൻ ഏതാണ്, ആ അഡ്രസ്സ് A1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. So here in this figure we can see the memory unit that communicate with different or multiple registers. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിൽ എങ്ങനെയായിരുന്നു, the address was stored in one of the A register. A1ൽ ഒരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത് എവിടെയാണോ ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ ഒരു രജിസ്റ്ററിൽ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഇവിടെ ഈ അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ അഡ്രസ് രജിസ്റ്റേഴ്സ് A0, A1, A2, A3 ഈ രജിസ്റ്റേഴ്സിൽ ഏത് സെലക്ട് ചെയ്യണം അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് എ മൾട്ടിപ്ലെക്സർ വിത്ത് 2 ഇൻപുട്ട് മൾട്ടിപ്ലെക്സർ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ് ബസ്സിൽ കൂടി മെമ്മറി യൂണിറ്റിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റ ഈ ഔട്ട്പുട്ട് ബസ് വഴി നമ്മൾ ഈ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ B0, B1, B2, B3 ഇങ്ങനെ 4 രജിസ്റ്റർ ഉണ്ട്. ഈ 4 രജിസ്റ്ററിൽ ഏത് രജിസ്റ്റർ ആയിരിക്കണം ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് വി ഹാവ് എ ഡീകോഡർ ഹിയർ. സോ ഫ്രം ദിസ് മെമ്മറി ലൊക്കേഷൻ വിൽ ബി ട്രാൻസ്ഫറിങ് ദി ഡേറ്റ ടു വൺ ഓഫ് ദീസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വിൽ ബി ട്രാൻസ്ഫറിങ് ദി ഡേറ്റ ത്രൂ ദി ഡേറ്റാ ബസ് ദാറ്റ് ആക്ട് ആസ് ദി ഇൻപുട്ടിൽ കൂടിയാണ് നമ്മൾ ഡാറ്റ മെമ്മറി യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഓൾ ദീസ് രജിസ്റ്റേഴ്സ് ഈ B0, B1, B2, B3 എന്ന് പറയുന്ന രജിസ്റ്റർ അപ്പോൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം സോഴ്സ് രജിസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സോഴ്സ് രജിസ്റ്ററാണ്. അപ്പോൾ ഈ സോഴ്സ് ഏത് സോഴ്സായിട്ട് വർക്ക് ചെയ്യണം, ഏതാണ് സോഴ്സ് രജിസ്റ്റർ എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മൾട്ടിപ്ലെക്സർ വെച്ചിരിക്കുന്നത്. സോ വെൻ വി ആർ റൈറ്റിംഗ് ടു ദ മെമ്മറി ലൊക്കേഷൻ ദീസ് ആർ source register, and to select one of the source register we are using a multiplexer. When we are reading from a memory location these are destination register, and to select one of these destination registers we are using the destination decoder, and to specify the memory location we are using these registers, and the address selected is transferred to this to the memory unit through address bus.